ഹായ് ഫ്രണ്ട്സ്, അർജുനാണ്. അപ്പോൾ എല്ലാവർക്കും സൂപ്പർമാൻ 007 ഹാർദമായ സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പോയി നമ്മൾ എമ്പുരാൻ മൂവി കണ്ട്. അപ്പോൾ സിനിമയെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി, അതായത് അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ആൾക്കാർ ഇപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോണ്ടല്ലോ, നമുക്ക് തിയേറ്ററിൽ നിന്ന് ആ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ആ രീതി നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം, പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ സത്യം പറഞ്ഞാൽ ഒരു 3-4 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ല തഴക്കവും വഴക്കവും വന്ന് ഡയറക്ടർ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഓരോ ഫ്രെയിംസും പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. അതിഗംഭീരം എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങാണ്. കാര്യം ഈ സിനിമയുടെ കഥ നടക്കുന്നത് കൂടുതൽ കേരളം, അതുപോലെ തന്നെ ഇറാഖ്, അതുപോലെ തന്നെ റഷ്യ, ഈ 3 രാജ്യങ്ങളിലാണ് കൂടുതൽ ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ഇറാഖ് ആകുമ്പം അവിടെ മരുഭൂമി സ്ഥലങ്ങളായിക്കോല്ലോ, അവിടെ ഇവർ മൂടി ബ്ലാക്ക് ഷെയ്ഡുള്ള കളർ ഗ്രേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. റഷ്യ ആണെങ്കിൽ ഒരു ടീൽ ഓറഞ്ച് ഒരു ഷെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 3 കളർ ഗ്രേഡിങ് കൂടെ സിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന പ്രേക്ഷകന് യാതൊരു അരോചകത്വം വരാത്ത രീതിയിലാണ് ഇവർ ഈ സീൻസൊക്കെ എഡിറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇതിൻ്റെ എഡിറ്റർക്കാണ്. നല്ല പക്കയായിട്ട് പൊളി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ നമ്മുടെ ലൂസിഫർ മൂവിയിൽ പോസിറ്റീവ് ഷെയ്ഡ് പിടിച്ച ആൾക്കാർക്ക് ഇപ്പം ഇച്ചിരി നെഗറ്റീവ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് നെഗറ്റീവ് ഷെയ്ഡ് പിടിച്ച ആൾക്കാർ ഇപ്പം ഇച്ചിരി പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്. അതായത് ലൂസിഫറിലൊക്കെ നമ്മുടെ സായ്കുമാർ റോളെന്ന് പറഞ്ഞാൽ ഇച്ചിരി നെഗറ്റീവ് പിടിച്ച റോളാണ്. പക്ഷേ ഈ എംബ്രാൻ വന്നപ്പോൾ പുള്ളി ഇച്ചിരി പോസിറ്റീവ് ടച്ചിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂസിഫറിൽ ടൊവിനോ ചെറിയ പോസിറ്റീവ് റോളാണ് ചെയ്തത്. ഇപ്പോൾ അതിൽ ചെറിയ നെഗറ്റീവ് ടച്ച് പിടിച്ചിട്ടുണ്ട്. അതാണ് ചെറിയൊരു മൂവി ഡിഫറൻസ്. ബാക്കി ആക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരവരുടെ റോൾ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വില്ലൻ ക്യാരക്ടർ ചെയ്ത അഭിമന്യു സിംഗിൻ്റെ ക്യാരക്ടർ പക്കയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്കത് പുള്ളിയുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ദേഷ്യം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇടി കൊടുക്കാനും തോന്നും. കാര്യം അത്രയ്ക്ക് പക്കയായിട്ട് പുള്ളി ആ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇപ്പോൾ ഹീറോയുടെ ആയിക്കോട്ടെ വില്ലൻ്റെ ആയിക്കോട്ടെ, 2 പേരുടെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെയൊക്കെ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ നിന്ന് ഇത്ര നല്ലൊരു എൻട്രിയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം മോഹൻലാലിനെ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ സാധനം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡൈഹാർഡ് മമ്മൂട്ടി ഫാനാണ്. എന്നിരുന്നാൽ തന്നെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തന്നെ രോമാഞ്ചിഫിക്കേഷൻ വന്ന് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോറിനെ പറ്റി പറയുവാണെങ്കിൽ, നമ്മുടെ ഈ ലൂസിഫറിൻ്റെ കണ്ടിന്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറുണ്ടല്ലോ സെയ്ദ് മസൂദ്, പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിൻ്റെ ചെറിയൊരു റിവഞ്ച് സ്റ്റോറിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ എമ്പുരാൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റോറി ലൈൻ. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഒപ്പം തന്നെ സ്ക്രീൻ പ്രസൻസ് ഇന്ന് പൃഥ്വിരാജിനും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഫൈറ്റ് സീനെ പറ്റി പറയുകയാണെങ്കിൽ 2 ഫൈറ്റ് സീനാണ് സിനിമയിലുള്ളത്. ഒന്നൊരു നൈറ്റ് ഫൈറ്റ് സീനും പിന്നെ ഒരു മോർണിംഗ് ഫൈറ്റ് സീനും ഉണ്ട്. ഈ 2 ഫൈറ്റ് സീൻ വ്യത്യാസം പറഞ്ഞാൽ, ഒരു ഫൈറ്റ് സീൻ പക്ക നാടൻ തല്ലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റൈലിൽ നമ്മുടെ ലൂസിഫർ പോലെ മുണ്ടക്കം മടക്കി കുത്തി വന്നുള്ള ഫൈറ്റ് സീനാണ് ഈ നൈറ്റ് ഫൈറ്റ് സീൻ. മോർണിംഗ് ഫൈറ്റ് സീൻ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫാഷനബിൾ രീതിയിലുള്ള കുറച്ചുകൂടെ ഒരു ഫോറിൻ സ്റ്റൈൽ ഒരു ഫൈറ്റ് സീനാണ് മോർണിംഗ് ഫൈറ്റ് സീൻ. 2 ഫൈറ്റ് സീൻ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമയിൽ തന്നെ ഇടക്കിടക്ക് ഈ ലൂസിഫറിൻ്റെ ഓരോ റെഫറൻസ് കൊടുക്കുന്നുണ്ട് ഈ സിനിമയിൽ. നിങ്ങളൊന്ന് കാണണം. എൻ്റെ പൊന്നെ കിടിലൻ, നല്ല കിടിലൻ പറഞ്ഞാൽ പോലെ എന്താണ് അതിന് വേറെ വാക്കൊന്നും പറയാൻ പറ്റില്ല. കിടിലൻ എന്നേ പറയാൻ പറ്റില്ല. അത്ര കിടിലൻ ഫ്രെയിംസൊക്കെയാണ് ഈ സിനിമ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 100 കോടിയൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല, 10-200 കോടിക്ക് മേലെ ക്ലബ്ബിൽ കയറും തോന്നുന്നു പടം. ആ ഒരു സംഭവം ഈ പടത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൈസ വസൂൽ എന്ന് തന്നെ പറയാം. കാര്യം വർത്താണ് കണ്ടാൽ തന്നെ. അപ്പം റാങ്കിങ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ 5 out of 5 തന്നെ കൊടുക്കും. കാര്യം ഒരു മൈനസും ഇല്ല പടത്തിന്. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് എനിക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ചൂടോടെ തന്നെ കയ്യോടെ പടം കണ്ടോ. നല്ല സൂപ്പർ പടമാണ് കേട്ടോ. എനിക്കൊന്ന് ഒറ്റ വാക്കി പറയണമെങ്കിൽ നമ്മുടെ ലൂസിഫറിൻ്റെ അപ്പനായിട്ട് വരും എമ്പുരാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ മൂവി റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.